ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗിവ് എവേയുടെ അനൗൺസ്മെൻ്റ് ആണ്, ആരാ വിന്നർ എന്നുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന കുറച്ച് റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഗിവ് എവേ നടക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് 159 ആൾക്കാർക്കാണ്. പിന്നെയാണ് മനസ്സിലായത് 150 കൂടുതൽ ആൾക്കാരുണ്ട്. നല്ലൊരു 10 ആൾക്കാരോട് എക്സ്ട്രാ ആഡ് ആക്കിയിട്ടാണ് നമ്മൾ ഗിവ് എവേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ 160 കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ 159 ഇതേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കമൻറ്റ് ഞാൻ രാത്രി നോക്കിയപ്പോൾ 150 കൂടുതലുണ്ട്, 60 ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അതാക്കിയിട്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കുലുക്കിയിട്ട് എടുക്കുന്നവർ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ആർക്കാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ കമൻറ്റാണ് നോക്കുക, 1 മുതലുള്ള കമൻറ്റുകൾ. ആ കമൻറ്റിൽ കിട്ടുന്നത് നമ്മളതിൽ എന്താ പറയുക, അതിലെന്താ എഴുതിയിട്ടുള്ളത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് അയക്കാം. ആ ഐ ഡി തന്നെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ വാട്സപ്പ് എനിക്ക് അയക്കുക. എന്നിട്ട് നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും വിട്ടുക കേട്ടോ. പെട്ടെന്ന് തന്നെ വിടാൻ നോക്കുക, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നറുക്കെടുപ്പ് തുടങ്ങാം കേട്ടോ. എൻ്റെ മോനാണ് എടുക്കുന്നത്. അഞ്ച് പേർക്കാണ്. അതിൽ ഫസ്റ്റത്തത് 22 കേട്ടോ. നമ്മൾ 22ാമത്തെ കമൻറ്റ് ഏതാ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. ഇത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൽ 22ാമത്തെ കമൻറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇങ്ങനെയാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, താഴോട്ട് കേട്ടോ. അല്ല അടിയിൽ നിന്ന് മേലോട്ടല്ല. ഫസ്റ്റ് ഇട്ടത് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അടിയിൽ നിന്നുകൊണ്ടല്ല കേട്ടോ, ഇവിടെ നിന്നാണ്. അത് ആർക്കാണ് ഭാഗ്യശാലികൾക്കാർക്കും കിട്ടുന്നത്. 1 2 3 4 5 അതിൽ പേര് അറിയിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടൂല. 5 6 7 8 21 22 ഇതാണ് കേട്ടോ. ശാന്താദാസൻ കാണുന്നല്ലോ, ശാന്താദാസൻ സെഡ് ഇങ്ങനത്തെ എന്തോ ആണ് വന്നിട്ടുള്ളത്. ശാന്താദാസ് കോട്ടക്കലാണ് കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ നോക്കുക. നമ്മൾ 1-2 ദിവസം വെയിറ്റ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ. ഇനി അടുത്തതാണ് കേട്ടോ, 2ാമത്തെ ആളാണ്. ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 2 നിങ്ങൾക്ക് എണ്ണൊന്നും കാണിച്ചു തരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. വീഡിയോ ലെങ്താണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. 1 2 3 4 25 26 കിട്ടി. ഇതാണ്ടോ, സൂര്യ കടക്കൽ. ഇവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ. 27 സൂര്യ കടക്കൽ. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. നമ്മൾ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആളുകൾക്ക് കൊടുക്കും. ഈ ഒരു ദിനേഷ് സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത 3ാമത്തെ ആൾക്ക് എടുക്കാം. പതിനൊന്നാണേ. 11 അനീഷ പാലക്കാട്, ഒറ്റപ്പാല കേട്ടോ. അനീഷ ഹസനാർ എന്ന ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഐഡിയ ആണ്. അനീഷ പാലക്കാട്, ഒറ്റപ്പാലം. നമ്മൾ 2 ദിവസമേ വെയിറ്റ് ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് വേറെ കൊടുക്കും കേട്ടോ. ഇനി 4ാമത്തെ ആൾക്ക് കേട്ടോ. രണ്ടിടാ അയക്കിട് കേട്ടോ. കൊണ്ട 157 കേട്ടോ. അത് ലാസ്റ്റ് ആയിരിക്കും. ഞാൻ എണ്ണൽ തുടങ്ങട്ടെ കേട്ടോ. അതുവരെ നിങ്ങൾക്ക് വീഡിയോ ലേറ്റ് ആണ്ട.
ഇതാണ് കേട്ടോ ബിന്ദു മാധവ് വയനാട് പുൽപ്പള്ളി. ഇവരാണ് DDUU എന്തുവാണ് കേട്ടോ. അപ്പോൾ ഇവർ മെസ്സേജ് അയക്കുക കേട്ടോ. ഇനി അടുത്തത് ഒരാൾ കൂടിയുള്ള. ഇനി അടുത്തത് നമ്മൾ 4 എടുത്തു. എടുക്കുക. $159 കേട്ടോ. അതാരാ നോക്കട്ടെ. ഇതാണ് കേട്ടോ മുഹമ്മദ് ഹസീന മലപ്പുറം എന്ന പേരാണ്. അപ്പോൾ ഈ പേരുകൾ ഇത്രയും ആളുകൾ 5 പേരുണ്ട്. ഈ 5 പേരും എനിക്ക് പെട്ടെന്ന് തന്നെ വാട്സ് മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ നറുക്കെടുപ്പിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് ക്ഷമിക്കുക. കാരണം ഇനി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് തന്നെ കമ്പ്യൂട്ടറായിട്ട് വരുന്നുണ്ടാവുമല്ലോ, അത് ടെക്നോളജി ആയിട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം ഇത് കുറച്ച് റിസ്ക്കാണ്. അതിനകത്ത് ഞാൻ എഴുതി ഉണ്ടാക്കണതിന് കുറച്ച് റിസ്ക്കാണ്. അപ്പം അതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ റിസ്ക് വരുന്നില്ല. കാരണം അപ്പോൾ എൻ്റെ മോനെ പറഞ്ഞത് ഇങ്ങനത്തെ ഒന്നും പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തത് ഇൻഷാ അള്ളാ അടുത്ത നമുക്ക് നറുക്കെടുപ്പ് ഇതിപ്പം വേറെ രീതിയിലാക്കാം. അപ്പോൾ ഇതിൽ ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ആ പരിചയമുള്ള ആൾക്കാർ, ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും സാധനം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരായിരിക്കും. ഏതാ അറിയില്ല. ഏതായാലും അവർക്ക് കിട്ടിയവർക്ക് ഓൾ ദ ബെസ്റ്റ്. പിന്നെ എന്താ പറയുക, അവർക്ക് ഈ ഓണത്തിന് മുന്നേ കിട്ടുന്നതിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. ഓണത്തിനല്ലെങ്കിലും അല്ലാതെയാണ് അവരെ മക്കൾക്കെങ്കിലും യൂസ് ആക്കാനെങ്കിലും പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട്. പിന്നെന്താ പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം നമുക്ക് ഏതായാലും ഇൻഷാ അള്ളാ നല്ലൊരു വേറെ വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ഞാൻ വീഡിയോ എടുക്കുന്നത്, ഞായറാഴ്ച രാവിലെ തന്നെ അത് അപ്ലോഡ് ആവും. മാക്സിമം തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴത്തേനും നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും വിട്ടുതരാം കേട്ടോ. നിങ്ങളെ പേരും അതൊന്നും വിടണം, എന്താണെന്നുള്ളത് പേരും സ്ഥലവും അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും വിട്ടുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് സുഖമില്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മേജർ ഐറ്റംസ് കിട്ടായിരിക്കും ഇനി ഗിവ് അവേയിൽ കൊടുക്കുന്നത്. അത് എപ്പോഴാണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ഓരോ വീഡിയോൻ്റെ ഇടയിൽ കൂടെ പറയാമല്ല, ഇന്ന് ഗിവ് അവേ ആണെന്ന് നമ്മൾ പറയില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു.